കരടിച്ചട്ടൻ ഉണ്ടാക്കിയതാ എന്റെ പ്രതിമ. പക്ഷേ കണ്ടില്ലേ, അവിടെയും ഇവിടെയുമൊക്കെ ചെളി പറ്റിയിട്ടുണ്ട്. അത് വൃത്തിയാക്കണം. പ്രതിമ ഉരച്ചു കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലാവരും കാണുന്ന സ്ഥലത്ത് നല്ല ഉയരത്തിൽ വെക്കണം കേട്ടോ. സഹായത്തിന് ആരെങ്കിലും വിളിക്കണമെങ്കിൽ വിളിച്ചോ. ഹും. പനി പിടിച്ചിരിക്കുമ്പോഴാ ഒരു പ്രതിമ കഴുകല്. എന്നെ കൊണ്ടൊന്നും വയ്യ. കടിയൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ സൂത്ര. നമുക്ക് സഹായത്തിന് ആരെങ്കിലും വിളിക്കാം. കടിയന്റെ പ്രതിമ കഴുകാൻ സഹായിക്കാമോ? എനിക്ക് വേറെ പണിയുണ്ട്. കടിയന്റെ പ്രതിമ കഴുകാൻ സഹായിക്കാമോ? എനിക്ക് എൻ്റെ കൈയും കാലും കഴുകാൻ തന്നെ നേരമില്ല. വേണ്ടടോ, ആളെ കിട്ടാൻ വേറെ വഴിയുണ്ട്. നടപ്പില്ലടോ, ഇത് നമ്മൾ തന്നെ കഴുകേണ്ടി വരും. വല്ല നെല്ലിക്കയോ മറ്റോ സമ്മാനമായി കൊടുക്കാം, അത് മതി. ഹി ഹി. കടിയന്റെ പ്രതിമ കഴുകുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ. ഞാൻ കഴുകാം. അതിനു മുൻപ് ഞാൻ കഴുകാം. ഞാനും കഴുകാം. എന്നാ പിന്നെ ഓരോരുത്തരും പ്രതിമയുടെ ഓരോ ഭാഗം കഴുകട്ടെ. ഒരാൾ കൈ, ഒരാൾ കാൽ, ഒരാൾ മൂക്ക്. അങ്ങനെ പ്രശ്നം തീർന്നല്ലോ. ഇനി ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. സൂത്ര, സൂത്ര. എല്ലാവർക്കും ഓരോ ഭാഗം കഴുകാൻ കൊടുത്തു. പക്ഷേ സമ്മാനം നെല്ലിക്കയാണെന്ന് കേട്ടപ്പോൾ സകല ദ്രോഹികളും തിരിച്ചുപോയി. ഹാ, എന്നാ പിന്നെ താൻ തന്നെ കഴുക്. അത് ഞാൻ നോക്കിയതാ, പക്ഷെ നടപ്പില്ല. അതെന്താ? ഓരോരുത്തരും കഴുകേണ്ട ഭാഗം തെറ്റാതിരിക്കാൻ വേണ്ടി ഞാനൊരു സൂത്രം ചെയ്തു. അവരുടെയൊക്കെ പേര് പ്രതിമയിൽ എഴുതി. ആദ്യമുണ്ടായിരുന്ന പാട് കഴുകിയപ്പോൾ പോയി. പക്ഷേ പേരെഴുതിയ ചായം പോകുന്നില്ലടോ.